ഹായ് ഹലോ നമസ്തേ വണക്കം വെൽക്കം ടു മൈ ചാനൽ രാകേഷ് സിനിമ. സോ ഞാൻ ആടു ജീവിതം ദ ഗോട്ട് ലൈഫ് മൂവി കണ്ടിട്ട് വന്നു. സോ അത് കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിന് മുമ്പേ ചാനൽ പുതിയ ആളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. സോ വെനെവർ ഐ അപ്ലോഡ് ദ വീഡിയോ ഇറ്റ് ഡയറക്ട്ലി കംസ് ടു യു ക്യാൻ വാച്ച്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നസീബ് ഒരു വ്യക്തി നാട് വിട്ടിട്ട് ഗൾഫ് കൺട്രി പോവും. സോ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചു, കോൺസിക്വൻസസ് എന്താണ്, ആൻഡ് അവർ തിരിച്ച് ഇന്ത്യക്ക് വന്നോ ഇല്ലയോ ആണ് മൂവിൻ്റെ പ്ലോട്ട്. സോ അത്രേ ഉള്ളൂ. കൂടുതൽ പറയുകയാണെങ്കിൽ അത് സ്പോയിലർ ആവും. സോ ഞാനത് പറയാൻ പോകുന്നില്ല, పేడికండ. సో నజీబ్ అనే వ్యక్తి వాళ్ళ ఊరు వదిలేసి గల్ఫ్ కంట్రీ వెళ్తాడు. సో అక్కడికి వెళ్ళిన తర్వాత అక్కడ ఏమేమి జరిగింది, అక్కడ ఏమేమి కాన్సిక్వెన్సెస్ ఫేస్ చేయాల్సి వచ్చింది, అండ్ తిరిగి లాస్ట్ వరకు ఇండియాకి వచ్చాడా లేదా అనేదే മൂവി പ്ലോട്ട്. ഞാൻ രണ്ട് ഭാഷയിൽ പറയുന്നു, തെലുഗു ആസ് വെൽ ആസ് മലയാളം. ബിക്കോസ് ഈ മൂവി പാൻ ഇന്ത്യയിലെ റിലീസ് ആയിട്ടുണ്ട് അതെനിക്കറിയാം. സോ അതുകൊണ്ട് രണ്ട് ഭാഷയിലെ പറയുന്നു. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. സോ അതാണ് മൂവി പ്ലോട്ട്. സോ ആദ്യം മൂവി പ്ലോട്ട്. കമ്മിങ് ടു ആക്ടിങ്, പൃഥ്വിരാജ് ചേട്ടാ അയ്യോ ഒരു രക്ഷയില്ല ചേട്ടാ. ആൻഡ് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ఇదెవడే సంభవించు కేరళలో. అండ్ ఇదొక రియల్ లైఫ్ స్టోరీ. ఇది నిజంగానే జరిగింది కేరళలో నజీబ్ అనే వ్యక్తికి. సో ఖచ్చితంగా మీరు థియేటర్కి వెళ్ళి చూడండి, ఎక్స్పీరియన్స్ అవ్వండి. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ നേരെ തിയേറ്ററിൽ പോയിട്ടേ മൂവി കാണുക. ബിക്കോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാവും. ലൈക്ക് ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും వాయిస్ మాడ్యులేషన్ ఆണെങ്കിലും అయ్యో ഒരു రక్షയില്ല. సో మీరు థియేటర్కి వెళ్తే మీరు అనుభవించగలరు. ఎలాంటి బాడీ ట్రాన్స్ఫర్మేషన్ కానీ సార్, లైక్ స్టార్టింగ్లో పృథ్వీరాజ్ సార్ కొద్దిగా లావుగా ఉంటారు, కానీ లాస్ట్ వరకు వచ్చేసరికి సన్నంగా అయిపోతారు. అదంతా నిజంగానే చాలా హార్డ్ వర్క్ చేశారు, చాలా ఎఫర్ట్స్ పెట్టారు, మనకు కనిపిస్తుంది మన మూవీ చూసినప్పుడు. സോ വളരെ നന്നായിട്ട് അഭിനയിച്ചില്ല, ജീവിച്ചു. നമ്മൾ മൂവി നോക്കുമ്പോൾ അവിടെ പൃഥ്വിരാജ് ചേട്ടനല്ല, അത് നസീബാണ്, നസീബിൻ്റെ ക്യാരക്ടറാണ്, ജീവിച്ചു റിയലി. സോ നിങ്ങളത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമല്ല, അത് ഇറ്റ്സ് റിയാലിറ്റി. സോ ഞാൻ മൂവി കാണുമ്പോൾ ഞാൻ കുറച്ചൊക്കെ കരഞ്ഞു അവിടെ ഇവിടെ സീൻസിൽ. വെരി ഇമോഷണലി നമ്മൾ മൂവി കൊണ്ടുപോകും പൃഥ്വിരാജ് ചേട്ടൻ്റെ. ആൻഡ് എസ്പെഷ്യലി ഇത് വൺ മാൻ ആർമിയാണ് മൂവി. സോ ഇറ്റ്സ് ഓൾ പ്യൂർലി ബേസ്ഡ്, സോൾ റെസ്പോൺസിബിൾ ആരാണ് ഈ മൂവി സക്സസ് കാരണം, അത് നൺ അതർ ദാൻ അവർ പൃഥ്വിരാജ് ചേട്ടനാണ്. అండ్ ఆల్ క్రెడిట్స్ టు హిమ్. సో మూవీ మొత్తం పృథ్వీరాజ్ సరే మొత్తం అంతా తీసుకెళ్తారు. ఇట్స్ వన్ మ్యాన్ ఆర్మీ జాబ్ అనే చెప్పాలి. అతనే కర్త కర్మ క్రియ అన్నిటికీ. కానీ అన్నిటికీ కారణం ఇంకొకరు ఉన్నారు, చెప్తా. లెట్స్ వెయిట్ ఫర్ ദാറ്റ്. ആൻഡ് കമ്മിങ് ടു അതർ ആക്ടേഴ്സ്, അമല പോൾ, ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ഡയറക്ഷൻ ബൈ ബ്ലെസ്സി, അയ്യോ വേറെ ലെവൽ സർ. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് മൂവി കുറച്ച് സ്ലോ പേസ്ഡ് ആണ്, മോണോട്ടോണസ് ആണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അത് കണക്ട് ആവും, എവിടെയും ലാഗ് ഇല്ല. ആൻഡ് നമ്മളത് കാണുമ്പോൾ എവിടെയും ബോർ നമുക്ക് തോന്നുന്നില്ല, అదాను గ్యారంటీ. మూవీ కొద్దిగా స్లో పేస్డ్ అండ్ మోనోటోనియస్గా ఉంటుంది, కానీ మనకి ఎక్కడ బోర్ కొట్టదు, అది నా గ్యారంటీ. మీరు చూసినప్పుడు మీరు ఎగ్జాక్ట్గా ఆ క్యారెక్టర్ కనెక్ట్ అయిపోతారు. కొన్నిసార్లు ఏడుస్తారు కూడా కొన్ని సీన్స్లో. నేనైతే చాలా ఏడ్చాను. ఫర్ ఎగ్జాമ്പിൾ അവിടെ ഒരു സീൻ ഉണ്ടാവും, ലൈക്ക് അവർ ഡെസേർട്ടിൽ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് തേഴ്സ്റ്റ്, ദാഹം വരും. ലൈക്ക് അവർ പറയും അങ്ങനെയൊക്കെ പറയും. അങ്ങനെ അത് ഞാൻ കണ്ടപ്പോൾ അയ്യോ ఖర్చల్లాయిపోయి ഞാൻ. సో అలాంటిది ఉంటుంది. నీళ్ళు అని అంటారు ఒక డైలాగ్లో, అయ్యో వేరే లెవెల్ అది. మరి చూసినప్పుడు మీరు కూడా కొద్దిగా కనెక్ట్ అవుతారు. అండ్ అదర్ సీన్స్ యాజ్ వెల్ బై లైక్ ఇంక వేరే వేరే സീൻസ്, ഡെസേർട്ടിലെ സീൻസ് కానీ അన్నీ എക്സ്ട്രാordinary ఉన్నాయి, എല്ലാം നന്നായിട്ടുണ്ട്. ആ ഡെസേർട്ടിലെ സീൻ ആണെങ്കിലും, റാറ്റിൽ സ്നേക്സ് ആണെങ്കിലും, വൾച്ചേഴ്സ് ആണെങ്കിലും, എല്ലാം ത്രൂ ഔട്ട് ദി മൂവി
അടിപൊളിയായിരുന്നു. ബ്ലെസ്സി സാറിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ, ഡയറക്ഷൻ ആണെങ്കിൽ, എക്സിക്യൂഷൻ ആണെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. ആൻഡ് മ്യൂസിക് ബൈ എ ആർ റഹ്മാൻ സർ ഇസ് ഓൾസോ അടിപൊളിയായിരുന്നു. ആൻഡ് ഞാൻ കൊടുക്കാൻ പോകുന്ന മൂവിക്ക് റേറ്റിംഗ് 5/5 ആണ്. സോ നിങ്ങൾ നേരെ തിയേറ്റർ പോവുക, കാണുക. വിഷ്വൽ ఎక్స్‌పీరియన్స్ ఆనదు. సో నేరే థియేటర్ పోవుക, കാണുക. నాకైతే చాలా బాగా నచ్చింది మూవీ. సో నేనిచ్చే రేటింగ్ మూవీకి 5/5. సో మీరందరూ థియేటర్‌కి వెళ్ళండి, విజువల్‌గా ఎక్స్‌పీరియన్స్ చేయండి. ఇది ఒక రియల్ లైఫ్ స్టోరీ. నజీబ్ అనే వ్యక్తిది. కేరళలో జరిగింది. సో డైరెక్ట్‌గా పోండి, మీరు కనెక్ట్ అవుతారు. ఇది నా గ్యారంటీ. సో సో നമുക്ക് నెక్స్ట్ వీడియోలో കാണാം. ఈ రోజుకి ఇంతే గైస్. మనం నెక్స్ట్ వీడియోలో కలుద్దాం. థ్యాంక్ యూ. Hey